Good morning to all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? Introduction of hospitals. Introduction of History area hospitals. ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് തുടങ്ങി അല്ലേ? ഹിസ്റ്ററി എവിടെ വരെ നമ്മൾ എടുത്തേ? Mesopotamian hospitals. Mesopotamian hospital. ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് അടുത്ത പോർഷനിലേക്ക് പോവാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡ് ഏത് ലാറ്റിൻ നൗണിൽ നിന്നുമാണ് ഉത്ഭവിച്ചിരിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ പറഞ്ഞാലോ അല്ലെ? ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് ഡെഫിനിഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് നമ്മള്? Hospital or institution providing medical and surgical treatment and nursing care for injured people. Okay. Then World Health Organization definition അല്ലേ? World Health Organization definition എന്താണ് പറഞ്ഞത്? Integral part of medical and social organization. Okay. The function which is provide for the population complete healthcare and both curative and preventive. Okay. അപ്പോ അത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസും ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിരുന്നു. അതില് ഹോസ്പിറ്റൽസ് ഓഫ് ഏർലി എറ BC 500 AD നമ്മൾ പറഞ്ഞു അല്ലെ? അവിടെ ഹോസ്പിറ്റൽ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയായിരുന്നു? Religious service. റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ് ആയിരുന്നു. അവിടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ് എന്ന് പറഞ്ഞ ആക്ട് ചെയ്തിരുന്ന ആരായിരുന്നു? പ്രീസ്റ്റുകളായിരുന്നു. ദെൻ മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസിനെ പറ്റി പറഞ്ഞു അല്ലെ? മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ് ആദ്യമായിട്ട് ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്പിയർ ചെയ്തത് എവിടെയാണെന്നാണ് പറഞ്ഞത് നമ്മള്? സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ഏത് റീജിയനിലായിരുന്നു? മെസപ്പൊട്ടോമിയ. ഓക്കെ. ഹമ്മുറാബിസ് കോഡ് പറഞ്ഞില്ലേ നമ്മള്? Practice of doctors. Okay, the first recorded prescription എവിടെ നിന്നാണ് വന്നത്? ഫസ്റ്റ് ബാബിലോണിലെ സുമർ. യെസ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഹോസ്പിറ്റൽസിനെ പറ്റിയും കൂടി പഠിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ച് പോർഷൻ പഠിച്ചതിന് ശേഷം നമുക്ക് അതിനെ പറ്റി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. കാരണം അല്ലാത്ത കഴിഞ്ഞ ക്ലാസ്സുകളാണെങ്കിൽ നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് വന്നത് കൊണ്ട് പലർക്കും ക്ലാസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈക്ക് എപ്പോഴും ഓഫ് ആയിരിക്കണം. അതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഒരാളുടെ എന്തെങ്കിലും ഒരു ഡിസ്ട്രക്ഷൻ സൗണ്ടുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡിംഗ് ക്ലാസ്സിൽ കാണുന്ന ഒരുപാട് പേരുണ്ടാവാം. അപ്പൊ അവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരാള് മൈക്ക് ഓൺ ചെയ്താൽ മതി. അതിവിടെ ഭയങ്കരമായിട്ട് നമുക്കും ഡിസ്റ്റർബൻസ് ആണ്, കേൾക്കുന്നവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ മൈക്ക് എല്ലാവരെയും മ്യൂട്ട് ചെയ്യുക. റെസ്പോണ്ട് കിട്ടുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന ടൈമില് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങള്. അത് കുറച്ച് പോർഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത പോർഷനിലേക്ക് പോവാം. ഓക്കെ, ഇനി അതിനിടയിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിലോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്കാം. ക്ലിയർ ആയല്ലോ?
ഓക്കെ, നമ്മള് രണ്ടാമത് ഫസ്റ്റ് ഹോസ്പിറ്റലിനെ പറ്റി പഠിച്ചു, മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ അല്ലെ. ഇനി രണ്ടാമത്തെ ഹോസ്പിറ്റലാണ് ഇത് ഗ്രീക്ക് ഹോസ്പിറ്റൽസ്. രണ്ടാമത്തെ ഹോസ്പിറ്റലാണ് ഗ്രീക്ക് ഹോസ്പിറ്റൽസ്. പീരിയഡ് 460 to 136 BC. 460 to 136 BC യിലുള്ള ആ പീരിയഡിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ഗ്രീക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രീക്ക് ഹോസ്പിറ്റൽസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. എങ്ങനെയായിരുന്നു? മന്ത്രവാദപരവും മതപരവുമായിട്ടുള്ള ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് ആൻഡ് റിലീജിയസ് റിച്വൽസ്. മന്ത്രവാദപരവും മതപരവുമായിട്ടുള്ള ആചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റലുകളിൽ എന്ത് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അടുത്തൊരു ഒരു വ്യക്തിയുടെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടം 460 to 370 BC. 460 to 370 BC യിലുള്ള ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആര്? ദ ഫാദർ ഓഫ് മെഡിസിൻ. സോ who is the father of medicine? Hippocrates. Okay, then Hippocrates, the father of medicine, used logical and non-religious approach to medicine. ഹിപ്പോക്രാറ്റസ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ, ഇനി അദ്ദേഹം എങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് മെഡിസിനിലേക്ക് കൊണ്ടുവന്നത്? എങ്ങനെയാണെന്നോ, അദ്ദേഹം യൂസ്ഡ് ലോജിക്കൽ, അതായത് യുക്തിപരവും നോൺ റിലീജിയസ് മതപരമല്ലാത്തതുമായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് മെഡിസിന് കൊടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് പറയുന്നത്? ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ആരെ? ഹിപ്പോക്രാറ്റസിനെ. ഓക്കെ, അപ്പോ ഗ്രീക്ക് ഹോസ്പിറ്റൽസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. മതപരവും മന്ത്രവാദപരത്തിന്റെയും ഉള്ള ഒരു അടിസ്ഥാനത്തിലായിരുന്നു അല്ലെ. മന്ത്രവാദത്തിന്റെയും മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റുകൾ നടന്നിരുന്നത്. ഇനി അക്കാലത്ത് ഈ ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ കോപം മൂലമാണ് അവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. എന്നാൽ ഈ ഹിപ്പോക്രാറ്റസിന്റെ വരവോടുകൂടി അദ്ദേഹം ഈ അന്ധവിശ്വാസങ്ങളിൽ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ പറഞ്ഞത്, ഒരു മനുഷ്യന് ഒരു രോഗം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് അവരുടെ പരിസ്ഥിതിപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ നിന്നുണ്ടാവുന്നതോ ആയിരിക്കാം, ആ കാരണങ്ങളായിരിക്കാം രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. ഓക്കെ, അപ്പൊ ഹിപ്പോക്രാറ്റസിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഹിപ്പോക്രാറ്റസ് ഈ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്ന ഗ്രീക്കുകാരെങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്? ദേവന്മാരുടെ കോപം മൂലമാണ് അവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. എന്നാൽ ഹിപ്പോക്രാറ്റസ് അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളിൽ കൂടി പറഞ്ഞു എന്താണ്? ഒരു മനുഷ്യനൊരു രോഗം ഉണ്ടാകുന്നു എങ്കിൽ അവരുടെ പരിസ്ഥിതിപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജീവിത രീതിയിലെ വ്യത്യാസങ്ങൾ കൊണ്ടോ ആയിരിക്കാം ഒരു മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഹിപ്പോക്രാറ്റസ് കണ്ടുപിടിച്ചു. ഇനി അദ്ദേഹം അതിനുവേണ്ടി ഒത്തിരി അധികം വാദിച്ചു, കുറെ അധികം കണ്ടെത്തലുകളും നടത്തി. അപ്പൊ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഈ മെഡിസിനൽ ഫീൽഡിലേക്ക് കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എങ്ങനെയുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു മെഡിസിന് കൊടുത്തിരുന്നത്? ലോജിക്കൽ, അതായത് യുക്തിപരമായിട്ടുള്ളതും നോൺ റിലീജിയസ്, അതായത് മതപരമല്ലാത്തതുമായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. അങ്ങനെ ഒരു അപ്രോച്ച് മെഡിസിനൽ ഫീൽഡിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന ഒരു വ്യക്തിയും ഹിപ്പോക്രാറ്റസ് തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഗ്രീക്ക് ഹോസ്പിറ്റൽസിന്റെ പീരിയഡ് എന്ന് പറയുന്നത് 460 to 136 BC ആണ്. അവിടെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? മാജിക് ആൻഡ് റിലീജിയസ് റിച്വൽസ്, മന്ത്രവാദപരവും മതപരവുമായിട്ടുള്ള ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ ട്രീറ്റ്മെന്റുകൾ നടന്നിരുന്നത്. ഇനി ആരായിരുന്നു ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെട്ടിരുന്നത്? ഹിപ്പോക്രാറ്റസ് ആണ്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തി ഏത് ഹോസ്പിറ്റലിനുള്ളിലാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഹുറാബീസ് കോഡ് പഠിച്ചു, അത് ഏത് ഹോസ്പിറ്റലിൽ വരുന്നു? മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലിൽ വരുന്നു. അപ്പോ അങ്ങനെ ഓരോന്നിനും കീഴിലാണ് ആരൊക്കെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം
ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെയുള്ളതായിരിക്കും ചോദിക്കുക. ഇപ്പൊ ഹിപ്പോക്രാറ്റസ് ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റൽസിനുള്ളിലായിരുന്നു വന്നിരുന്നത്, അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്? ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആര്? ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. അദ്ദേഹം എങ്ങനെയുള്ള ഒരു അപ്രോച്ച് ആണ് മെഡിസിന് കൊടുത്തത്? യൂസ്ഡ് ലോജിക്കൽ ആൻഡ് നോൺ റിലീജിയസ് അപ്രോച്ച്, അല്ലെ? യുക്തിപരവും മതപരമല്ലാത്തതുമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് കൊടുത്തത്. അദ്ദേഹം ഈ അന്ധവിശ്വാസങ്ങളിൽ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പുതിയ മെത്തേഡുകൾ കണ്ടുപിടിക്കുകയും പുതിയതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മെഡിസിനൽ ഫീൽഡിൽ കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, മൂന്നാമതായി പഠിക്കുന്ന ഹോസ്പിറ്റലാണ് റോമൻ ഹോസ്പിറ്റൽസ്. തേർഡ് വൺ, റോമൻ ഹോസ്പിറ്റൽസ്. By 1st century BC, the Roman was the first to make institutional the care of the sick and the injured. അപ്പൊ റോമൻ ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 1st century BC-യില് റോമൻകാരായിരുന്നു എന്ത്? ഫസ്റ്റ് ടു മേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ദ കെയർ ഓഫ് ദ സിക്ക് ആൻഡ് ഇൻജേർഡ്. അതായത് രോഗബാധിതരോ പരിക്കേറ്റവരോ ആയ രോഗികൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ, അതായത് ഒരു സ്ഥാപനവൽക്കരിച്ച ഒരു പരിചരണം. എന്ന് വെച്ചാൽ എന്താ? മുമ്പ് കാലങ്ങളിൽ ഹോസ്പിറ്റൽ, ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഹോസ്പിറ്റലുകളിലൊക്കെ അവിടെ ട്രീറ്റ്മെന്റുകൾ ഒരു സ്ഥാപനത്തിലല്ല നടത്തിയിരുന്നത്. അവരുടെ പ്രീസ്റ്റുകളായിരുന്നു, അല്ലെ? ഡോക്ടേഴ്സ് ആയിരുന്നത്. അപ്പൊ അവിടെയൊക്കെ എന്തായിരുന്നു? ടെമ്പിൾസ് ആയിരുന്നു ഹോസ്പിറ്റലായിട്ട് ആക്ട് ചെയ്തിരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല വേണ്ടത്. ട്രീറ്റ്മെന്റിന് വേണ്ടി എന്താണ്? ഒരു സ്ഥാപനം വേണം എന്നുള്ള ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിയതും അതിനു വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. അവിടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പരിചരണം കൊടുക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നതും ആരാണ്? റോമൻസ് ആയിരുന്നു. ഓക്കെ, ഏത് കാലഘട്ടത്തില്? 1st century BC-യില്. Military and the slave hospitals existed then. ആ സമയത്ത് തന്നെ അവിടെ എന്തുണ്ടായിരുന്നു? മിലിറ്ററി ഹോസ്പിറ്റൽ, സൈനികർക്ക് വേണ്ടിയുള്ള ആശുപത്രികൾ ഉണ്ടായിരുന്നു. സ്ലേവ് അടിമകൾക്ക് വേണ്ടിയിട്ടുള്ളത് ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു. അപ്പോ എന്താണ് പറയുന്നത്? ഒന്നും കൂടി പറയാം. റോമൻ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ റോമൻ ഹോസ്പിറ്റൽസിൽ എന്തായിരുന്നു? 1st century BC-യില് റോമൻസ് ആയിരുന്നു എന്താണ്? ഒരു ആദ്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ, അതായത് ഒരു സ്ഥാപനവൽക്കരിച്ച ഒരു പരിചരണം ആർക്ക്? രോഗികൾക്കും പരിക്കേറ്റവർക്കും നൽകിയിരുന്നത്. അപ്പൊ അവിടെ ഒരു ഹെൽത്ത് കെയർ കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രോഗികൾക്ക് ശുശ്രൂഷ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്നും അതുപോലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യമായി സ്ഥാപിച്ചതും ആരാണ്? റോമൻകാരായിരുന്നു. ഓക്കെ, ആ ടൈമിൽ തന്നെ ആ റോമൻ ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്തിൽ തന്നെ അവിടെ മിലിറ്ററി ഹോസ്പിറ്റൽസ് എന്താണ്? ആരാണ്? സൈനികർക്ക് വേണ്ടിയുള്ള ആശുപത്രികളും സ്ലേവ് ഹോസ്പിറ്റൽ അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രികളും എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ആണ് അറബിക് ഹോസ്പിറ്റൽസ്. അറബിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അറബിക് ഹോസ്പിറ്റൽസിൽ എന്താണ് പറയുന്നത്? The Roman military hospitals and the few Christian hospitals were no match for the number, organization and excellence of the Arabic hospitals. അതായത് റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ അത് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ഇനി ചില ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളും ഈ അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോ ഓർഗനൈസേഷനോടോ അല്ലെങ്കിൽ എക്സലൻസ് അല്ലെങ്കിൽ മികവിനോടോ ഒന്നും എന്താവുന്നില്ല, സമാനമാവുന്നില്ല. അപ്പോ ഈ അറബിക് ഹോസ്പിറ്റൽസിന് ഒത്തിരി നമ്പറുകൾ ഉണ്ട്. അതിന്റെ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അതിന്റെ മികച്ചതായിട്ടുള്ള ഒരു എക്സലൻസ് ആയിക്കോട്ടെ, ഇതിനോടൊന്നും ആരെ താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. റോമൻ ഹോസ്പിറ്റലിനെയും ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനെയും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിനും ഉയരത്തിലാണ് ഈ അറബിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അറബിക് ഹോസ്പിറ്റൽസ് എന്താണ് പറയുന്നത്? റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ ആയാലും ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ ആയാലും ആരോടൊപ്പം വരുന്നില്ല? അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടും ഓർഗനൈസേഷനോടും അല്ലെങ്കിൽ എക്സലൻസ് അല്ലെങ്കിൽ മികവിനോടൊന്നും സമാനമായി വരുന്നില്ല. ഓക്കെ, ദെൻ ഫിഫ്ത് വൺ ആണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്? ഇന്ത്യൻ ഹോസ്പിറ്റൽസിൽ എന്താണ് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഷോ ദാറ്റ് efficient hospitals were built in India by 600 BC. എന്താണ്? ഇന്ത്യയിലെ 600 BC-യോട് കൂടിയാണ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്തത് ഇന്ത്യയിൽ എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കാണിക്കുന്നത്. അപ്പൊ എന്താണ്?
600 BC കാലഘട്ടത്തിലാണ് ഇന്ത്യയില് എന്ത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് നിർമ്മിച്ചത് എന്നാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് പറയുന്നത്. ആരുടെ കാലഘട്ടത്തില്? ഡ്യൂറിംഗ് ദ ഗോർജിയസ് റെയിൻ ഓഫ് കിങ് അശോക. കിങ് അശോകയുടെ കാലഘട്ടത്തില്, അല്ലെങ്കിൽ എന്താരാണത്? അശോക ചക്രവർത്തിയുടെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ കാലഘട്ടം എത്രയായിരുന്നു? 273 to 232 BC. 273 to 232 BC കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽസ്. എന്താണ്? അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽ എങ്ങനെയുള്ളതായിട്ട് കാണാൻ തുടങ്ങി? മോഡേൺ ഹോസ്പിറ്റലിനെ പോലെ കാണപ്പെടാൻ തുടങ്ങി. ഓക്കെ. Then followed principles of sanitation and cesarean sections were operated. അപ്പോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇപ്പൊ മോഡേൺ ഹോസ്പിറ്റൽ പോലെ കാണാൻ തുടങ്ങി. അപ്പൊ അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു? എന്താണ്? ശുചിത്വ തത്വങ്ങൾ പാലിക്കാൻ തുടങ്ങി. സിസേറിയൻ സെക്ഷൻസ് അല്ലെ? സിസേറിയൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശസ്ത്രക്രിയയിലൂടെ സി സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ എന്നാൽ എന്താണ്? ഡെലിവറി നടത്തുക അല്ലെ? അല്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുക അല്ലെങ്കിൽ പ്രസവം നടത്തുന്ന രീതിയാണ് എന്ത്? സി സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അതൊക്കെ ആ സമയത്ത് എന്ത് ചെയ്തു? ഓപ്പറേറ്റ് ചെയ്തു എന്നാണ് കാണുന്നത്. ഓക്കെ. Then physicians were appointed, one for every 10 villages. എന്താണ്? ഓരോ 10 വില്ലേജിനും ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ അവിടെ അപ്പോയിന്റ് ചെയ്തു. ഓരോ 10 വില്ലേജസിനും ഒരു ഫിസിഷ്യൻ. ഓക്കെ. അങ്ങനെയുള്ള ഒരു രീതിയിൽ അവിടെ അപ്പോയിന്റ്മെന്റുകൾ നടന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ അപ്പോയിന്റ്മെന്റുകൾ? ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ. ജനങ്ങളുടെ ഹെൽത്ത് കെയർ, അതായത് ജനങ്ങളുടെ ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയും. ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഫേം ആൻഡ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് വെർ ബിൽഡ് ബൈ ബുദ്ധ. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ് ദ റീജിയണൽ ഹോസ്പിറ്റൽസ്? എന്താണ്? പ്രാദേശിക ആശുപത്രികൾ. റീജിയണൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാദേശിക ആശുപത്രികൾ ഫോർ ദ ഇൻഫേം. ആർക്ക് വേണ്ടി? നിരാലംബരായവർക്കും അല്ലെങ്കിൽ നിർധനരായവർക്കും. ആൻഡ് ദ ഡെസ്റ്റിറ്റ്യൂട്ട്, അതാരാണ്? അഗതികൾക്കും വേണ്ടിയിട്ട്. ആര് പണിതു? ബൈ ബുദ്ധ. ബുദ്ധൻ പണിതു. എന്ത്? പ്രാദേശിക ആശുപത്രികൾ. ഓക്കെ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസിനെ പറ്റി പറഞ്ഞത്? ഒന്നുകൂടി നമുക്ക് പറയാം. എന്താണ്? ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹോസ്പിറ്റൽസ്, എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഇന്ത്യയില് വന്ന കാലഘട്ടം എന്ന് പറയുന്നത് 600 BC-യിലാണ്. ദെൻ ആരുടെ കാലഘട്ടത്തില്? കിങ് ഓഫ് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് എങ്ങനെയുള്ളതായിട്ട് തോന്നി എന്നാണ് പറയുന്നത്? മോഡേൺ ഹോസ്പിറ്റലിനെ പോലെ കാണാൻ തുടങ്ങി. ഓക്കെ. ആ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് എന്ത്? They followed principles of sanitation and cesarean section. ശുചിത്വ തത്വങ്ങൾ പാലിക്കാനും സിസേറിയൻ ഓപ്പറേഷൻസ് ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. Then physicians were appointed, one for every 10 villages. 10 വില്ലേജുകൾ, ഒരു 10 വില്ലേജിന് ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ അവിടെ ഫിസിഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകൾ നടന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പോപ്പുലേഷൻസിന്റെ ഹെൽത്ത് കെയർ നീഡ്സ്, അതായത് ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനും. പിന്നെ ബുദ്ധൻ പണിതതായിട്ടുള്ള, ആർക്ക് വേണ്ടി പണിതാണ്? ഇൻഫേം, ദുർബലരായിട്ടുള്ളവർക്കും അഗതികൾക്കുമായിട്ട് ബുദ്ധൻ പണിതതായിട്ടുള്ള പ്രാദേശിക ആശുപത്രികൾ, റീജിയണൽ ഹോസ്പിറ്റൽസ്, ഇവയുടെയൊക്കെ ഈ ഹെൽത്ത് കെയർ നീഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ 10 വില്ലേജസിലും ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ അപ്പോയിന്റ്മെന്റുകൾ നടത്തിയത്. ഓക്കെ. ക്ലിയർ ആയോ? യെസ് മാം. അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടാമതായി പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് അല്ലേ പഠിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യത്തെ പഠിച്ചത് ഏതാണ്? ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു 5 ഹോസ്പിറ്റൽസിനെ പറ്റി പഠിച്ചു അല്ലെ?
ഇനി അടുത്തതായി രണ്ടാമതായി പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജസ്, മധ്യകാലഘട്ടം അല്ലെ. അത് ഏതാണ് പീരീഡ്? 500 to 1500 AD. 500 to 1500 AD കാലഘട്ടത്തില് ഹോസ്പിറ്റൽസ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Okay, the hospitals construction increased in Europe during the Middle Ages for the following reason. എവിടെയാണ്? യൂറോപ്പിലെ ഹോസ്പിറ്റൽസിന്റെ ഇയേഴ്സ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മിഡിൽ ഏജ് അങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ്. ഇപ്പോ ഈ ഹിപ്പോക്രാറ്റസിന്റെ ഏജുകൾ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയുന്നത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ഏത് കാലഘട്ടത്തിനുള്ളിൽ വരുന്നു എന്നുള്ളത് നോക്കാം. കാരണം ഹിസ്റ്ററി ആണ്. അപ്പൊ നമുക്ക് ആ കാലഘട്ടം ഏതാണെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അതിനുള്ളിൽ എന്തൊക്കെ വരുന്നു എന്ന് അറിഞ്ഞിരിക്കുക. കാലഘട്ടത്തിൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇത്ര ഈ പീരീഡ് ഏതാണെന്ന് ചോദിക്കാൻ അത്ര ചാൻസ് ഇല്ല. അപ്പൊ മിഡിൽ ഏജ്, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആദ്യത്തെ ഏർലി ഇത്ര ഈ BC 500 AD ഏർലി എറയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഏതൊക്കെയാണ്, അങ്ങനെയുള്ളത് ഏതൊക്കെയാണ്, ഉള്ളിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹമ്മുറാബിസ് കോഡിന്റെ ആ ഒരു ഇയർ, ഹിപ്പോക്രാറ്റസിന്റെ ആ ഒരു ഇയർ അങ്ങനെ എടുത്തു പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് അവരുടെ കാലഘട്ടം ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടി വരും. മിഡിൽ ഏജസില് ഹോസ്പിറ്റൽസ് നമുക്ക് നോക്കാം. Hospitals construction increased in Europe during the Middle Ages for the following reasons. എന്താണ്? ഹോസ്പിറ്റൽ, യൂറോപ്പിലെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തില് യൂറോപ്പിലെ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻക്രീസ് ചെയ്തു, കൂടി. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ 2 കാരണങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. എന്തിന്റെ കാരണങ്ങളാണ്? മിഡിൽ ഏജ് അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തില് യൂറോപ്പിലെ ഹോസ്പിറ്റൽസ്, അതിന് 2 റീസൺസ് ആണുള്ളത്. 2 റീസൺസില് ഫസ്റ്റ് റീസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോപ്പ് ഇന്നസെന്റ് 3. ആരാണ് പോപ്പ്? മാർപ്പാപ്പ അല്ലെ. അപ്പൊ പോപ്പ് ഇന്നസെന്റ് 3 അല്ലെങ്കിൽ ഇന്നസെന്റ് 3 മാർപ്പാപ്പ in 1198 advised and persuaded wealthy Christians to build hospitals in every town. അപ്പോ ഇന്നസെന്റ് 3 മാർപ്പാപ്പ 1198, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഡേറ്റ് ഇയർ എന്ന് പറയുന്നത് 1198 ആരോട്? വെൽത്തി ക്രിസ്ത്യൻസ്, അതായത് സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യാനികളോട് എന്ത് ചെയ്തു? ഓരോ ടൗണിലും അല്ലെങ്കിൽ ഓരോ ടൗണിലും എങ്ങനെയുള്ള ഹോസ്പിറ്റൽ, അതായത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകള് ബിൽഡ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്തു. എന്താണ്? ഉപദേശിച്ചു. ആൻഡ് പെർസ്യൂഡഡ്, ഉപദേശിക്കുക മാത്രമല്ല അതിന് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനവും നൽകി. അപ്പൊ എന്താണ്? ഒന്നുകൂടി പറയാം. പോപ്പ് ഇന്നസെന്റ് 3 അല്ലെങ്കിൽ ഇന്നസെന്റ് 3 മാർപ്പാപ്പ 1198 എന്താണ്? സമ്പന്നരായ ക്രിസ്ത്യാനികളോട് ഓരോ ടൗണിലും എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകള് ബിൽഡ് ചെയ്യാനായിട്ട്, പണിയാനായിട്ട് അഡ്വൈസ് ചെയ്യുകയും പെർസ്യൂഡ് ചെയ്യുകയും ചെയ്തു. അതെന്താണ്? ഉപദേശിക്കുകയും അതിനു വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു. അതൊരു റീസൺ ആണ്. എന്തിനു വേണ്ടിയിട്ട്? യൂറോപ്പിലെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനായിട്ട്. രണ്ടാമത്തെ റീസൺ പറയുന്നത് ഇൻക്രീസ്ഡ് റവന്യൂസ് വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ദ ക്രൂസേഡേഴ്സ്. ക്രൂസേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രൂസേഡേഴ്സ് കേട്ടിട്ടുണ്ടോ? ക്രൂസേഡേഴ്സ് ആരാണ്? ക്രൂസേഡേഴ്സ് കുരിശ് യുദ്ധക്കാര് അല്ലെ. കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള എന്താണ്? വാണിജ്യം. അറിയില്ല. ഓക്കെ, ക്രൂസേഡേഴ്സ് എന്ന് പറയാം. അവിടെ ഒന്ന് എഴുതി വെച്ചോളാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ പറയുന്ന വേർഡ്സ് ഒന്ന് രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനും കൂടിയാണ് കേട്ടോ. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു എഴുതിയതിന് കൂടുതൽ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുമ്പോ അതിനോടൊപ്പം നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ആണെങ്കിൽ അതിന്റെ മലയാളം ഒന്ന് ജസ്റ്റ് അവിടെ എഴുതി വെച്ചേക്കാം. അപ്പൊ ക്രൂസേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കുരിശ് യുദ്ധക്കാര് അല്ലെ. അപ്പൊ കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ നിന്ന് അവർക്ക് എന്തുണ്ടായി? വർദ്ധിച്ച വരുമാനം, അതാണ് ഇൻക്രീസ്ഡ് റവന്യൂസ്, വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. ഓക്കെ, രണ്ടാമത്തെ റീസൺ ആണ് നമ്മൾ പറയുന്നത് ഇൻക്രീസ്ഡ് റവന്യൂസ് വെയർ മെയ്ഡ് അവൈലബിൾ
from the commerce with the Crusaders. കുരിശുയുദ്ധക്കാരുമായുള്ള വാണിജ്യത്തിൽ നിന്നും വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. Okay, in contrast, in Asia and Africa, during the same period, construction of effective and efficient hospital was pressed forward by the rule and the Crusaders. കൂടാതെ ഏഷ്യയിലും ആഫ്രിക്കയിലും ആ സെയിം പീരിയഡില് ഏഷ്യയിലും ആഫ്രിക്കയിലെയും ഹോസ്പിറ്റൽസിന്, അതായത് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ആര് ഫോർവേഡ് ചെയ്തു? ബൈ ദ റൂൾ ആൻഡ് ദ ക്രൂസേഡേഴ്സ്. ആര്? ഭരണവർഗക്കാരും കുരിശുയുദ്ധക്കാരും മുന്നോട്ട് ഇറങ്ങി വന്നു. ഓക്കെ, അപ്പൊ രണ്ട് റീസൺസ് ആണ് എന്തിനു വേണ്ടിയിട്ട്? മിഡിൽ ഏജിലുള്ള ഹോസ്പിറ്റൽ, എവിടുത്തെ യൂറോപ്പിലെ ഹോസ്പിറ്റലുകളുടെ കൺസ്ട്രക്ഷൻ വർദ്ധിക്കാനായിട്ട് വന്ന രണ്ട് കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഒന്നാമത്തെ കാരണം പറഞ്ഞത്? പോപ്പ് ഇന്നസെന്റ് III അല്ലെങ്കിൽ ഇന്നസെന്റ് III മാർപ്പാപ്പ 1198 എന്താണ് വെൽത്തി ക്രിസ്ത്യൻ, സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യാനികളോട് എവരി ടൗൺ, എല്ലാ പട്ടണങ്ങളിലും എന്താണ് ഹോസ്പിറ്റലുകൾ നിർമ്മിക്കണമെന്ന് ഉപദേശിക്കുകയും അതിനു വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു. അതൊരു ഒന്നാമത്തെ റീസൺ ആണ് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനായിട്ട്. ഇനി രണ്ടാമത്തെ റീസൺ പറയുന്നത് എന്താണ്? ക്രൂസേഡേഴ്സ് അല്ലെങ്കിൽ കുരിശുയുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ നിന്നും അവർ വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. രണ്ടാമത് പറയുന്നത് എന്താണ്? ഒരു കാരണം കൂടി, ഏഷ്യ ആഫ്രിക്ക, ഏഷ്യയിലും ആഫ്രിക്കയിലും ആ സെയിം പീരിയഡിൽ എന്താണ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ കൺസ്ട്രക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആര് മുന്നോട്ട് വന്നു എന്നാണ് പറയുന്നത്? ബൈ ദ റൂൾ ആൻഡ് ദ ക്രൂസേഡേഴ്സ്. എന്താണ്? ഭരണവർഗക്കാരും കുരിശുയുദ്ധക്കാരും എന്ത് ചെയ്തു? മുന്നിട്ടിറങ്ങി. ഓക്കെ, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജില് യൂറോപ്പിലെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തത് അല്ലെങ്കിൽ കൂടിയത്. ഓക്കെ, മൂന്നാമതായി പറയുന്ന ഒരു പീരിയഡ് ആണ് റിനൈസൻസ് ഏജ് അല്ലെങ്കിൽ റിനൈസൻസ് പീരിയഡ് എന്ന് പറയുന്നത്. അതിന്റെ കാലഘട്ടം എന്താണ്? 1500 to 1700 AD. ഓക്കെ, റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിനൈസൻസ് കേട്ടിട്ടുണ്ടോ? റിനൈസൻസ് ഇല്ല. ഓക്കെ, റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നവോത്ഥാനം അല്ലെ? അപ്പോ നവോത്ഥാന കാലഘട്ടമാണ് റിനൈസൻസ് ഏജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് മലയാളത്തിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ റിനൈസൻസ് ഏജ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത് 1500 to 1700 AD വരെയാണ്. Then the Renaissance period lasted from the 14th to the 16th century. എത്ര നാളാണ് ആ ഒരു പീരിയഡ് ഉണ്ടായിരുന്നത്? From the 14th to 16th centuries വരെയായിരുന്നു. 14th to 16th centuries വരെയായിരുന്നു ഈ ഒരു റിനൈസൻസ് പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, towards the end of the 15th century എന്താണ്? 15 അല്ലെങ്കിൽ 15th സെഞ്ചുറിയുടെ അവസാനത്തോടെ many cities and towns supported some kind of institutional care. അപ്പോ 15th സെഞ്ചുറിയുടെ അവസാനത്തോടെ പല സിറ്റീസും പല ടൗണുകളും പല നഗരങ്ങളും പല പ്രദേശങ്ങളും എന്തായി? സപ്പോർട്ടഡ് some kind of institutional health care. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ? നമ്മൾ എവിടെയാണ് പറഞ്ഞത്? ഫസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുത്തത് ഏത് ഹോസ്പിറ്റലുകളായിരുന്നു? ആരായിരുന്നു? റോമൻ ഹോസ്പിറ്റലുകൾ അല്ലെ? റോമൻ ഹോസ്പിറ്റൽസ് ആയിരുന്നു. അപ്പോ അത് തന്നെയാണ് പറഞ്ഞത്, ഫസ്റ്റ് റോമൻ ഹോസ്പിറ്റൽസ് കൊണ്ടുവന്നു. എന്നാൽ ഈ റിനൈസൻസ് പീരീഡ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തില് 15th സെഞ്ചുറിയുടെ അവസാനത്തോടെ കൂടി പല സിറ്റികൾ അതുപോലെ മിനി സിറ്റീസ് ഒട്ടനവധി സിറ്റീസും ടൗൺസും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയറിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ റിനൈസൻസ് ഏജിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. റിനൈസൻസ് ഏജിന്റെ പീരിയഡ് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? 14th to 16th സെഞ്ചുറി വരെയായിരുന്നു. അപ്പൊ 15th സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി പല സിറ്റീസും പല ടൗണുകളും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനപരമായിട്ടുള്ള ഒരു കെയർ കൊടുക്കണം എന്നതിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു. അടുത്തതാണ് മോഡേൺ പീരിയഡ്. മോഡേൺ പീരീഡ് ഏത് കാലഘട്ടമാണ്? 1750 to 1950 AD.
ഓക്കെ, മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് 1750 to 1950 AD. The first incorporated hospital in America was the Pennsylvania Hospital in Philadelphia. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്താണ് the first incorporated hospital? ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകോർപ്പറേറ്റഡ് സംയോജിതമായ ഹോസ്പിറ്റൽ അല്ലെ, സംയോജിതമായ എന്താണ് അർത്ഥം വരുന്നത് ഇവിടെ? ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സംയോജിത ആശുപത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സംയോജിത, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് വരുന്നത്. ഓക്കെ, അപ്പോ പല ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് അല്ലെങ്കിൽ സംയോജിപ്പിച്ചുകൊണ്ടുണ്ടായ അമേരിക്കയിലെ ആദ്യ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആദ്യ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ആണ് എന്തെന്ന് പറയുന്നത്? ഫിലാഡൽഫിയയിലെ പെനിസിൽവാനിയ ഹോസ്പിറ്റൽ. എവിടുത്തെ? ഫിലാഡൽഫിയയിലെ പെനിസിൽവാനിയ ഹോസ്പിറ്റൽ. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്ക, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോയിന്റ് കൂടിയാണ്. ഓക്കെ, അപ്പൊ ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സംയോജിത ആശുപത്രി അമേരിക്കയിൽ ഉണ്ടായത് ഏത് സ്ഥലത്തായിരുന്നു? ഫിലാഡൽഫിയയിലെ പെനിസിൽവാനിയ ഹോസ്പിറ്റൽ ആയിരുന്നു. മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് in healthcare began in 1926 with the return of war heroes from World War I. അപ്പോ 1926 വേൾഡ് വാർ 1 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാം ലോക മഹായുദ്ധം അല്ലെ, അതിന്റെ ഹീറോസിന്റെ തിരിച്ചുവരവോട് കൂടിയാണ് ഗവൺമെന്റ് ഒരു മാസീവ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് എന്തിലുണ്ടാക്കിയത്? ഹെൽത്ത് കെയർ ഉണ്ടാക്കിയത്. ഒന്നുകൂടി പറയാം, 1924 വേൾഡ് വാർ 1 അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഹീറോസിന്റെ തിരിച്ചുവരവോട് കൂടിയാണ് ഗവൺമെന്റ് ഒരു മാസീവ് ഇൻവോൾവ്മെന്റ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണത്തിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ കൊടുത്തത്. ഇപ്പൊ മോഡേൺ പീരീഡിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് അല്ലെങ്കിൽ സംയോജിത ആശുപത്രി, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആശുപത്രി. എവിടെയുള്ള ആശുപത്രിയാണ്? അമേരിക്കയില്. എവിടെയാണ് വന്നത്? ഫിലാഡൽഫിയയിലെ പെനിസിൽവാനിയ ഹോസ്പിറ്റൽ ആയിരുന്നു. എന്താണ് പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞത്? 1926 വേൾഡ് വാർ 1 അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഹീറോസിന്റെ റിട്ടേൺ അല്ലെങ്കിൽ തിരിച്ചുവരവോട് കൂടിയാണ് അവിടെ ഗവൺമെന്റ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണത്തിൽ ഒരു മാസീവ് ഇൻവോൾവ്മെന്റ് നടത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഹോസ്പിറ്റൽ എറാസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററീസിന്റെ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാത്തിലും ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓരോ ഹോസ്പിറ്റലിനെയും പറ്റി പറയുന്നത് അതിന്റെ ഉള്ളിൽ എന്തൊക്കെ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, മോഡേൺ പീരീഡ് എന്ന് പറഞ്ഞാല് എന്താണ്? മോഡേൺ പീരീഡിന്റെ ലാസ്റ്റ് മോഡേൺ പീരീഡ് ഒന്നുകൂടി പറഞ്ഞു തരാം. മോഡേൺ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻകോർപ്പറേറ്റ്, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കയിലായിരുന്നു ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സംയോജിത ആശുപത്രി വന്നത്. അത് എവിടെയായിരുന്നു? ഫിലാഡൽഫിയയിലെ പെനിസിൽവാനിയ ഹോസ്പിറ്റൽ ആയിരുന്നു. ഓക്കെ, then massive government involvement in healthcare began in 1926 with the return of war heroes from World War I. അതായത് 1926 ഒന്നാം ലോക മഹായുദ്ധകാലത്തെ ഹീറോസ് തിരിച്ചു വന്നതോട് കൂടിയാണ് ഗവൺമെന്റ് ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരോഗ്യ പരിചരണത്തിൽ ഒരു മാസീവ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടത്തിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത പോർഷൻ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ എവല്യൂഷൻ ഇന്ത്യൻ സെനറിയോ പ്രീ ഇൻഡിപെൻഡൻസ്. എന്താണ് ഹോസ്പിറ്റൽ എവല്യൂഷൻ? എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണാമം അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ ഇപ്പോ കാണുന്ന മോഡേൺ ഹോസ്പിറ്റലുകൾ എങ്ങനെയുണ്ടായി, എവിടെ നിന്നും ഉണ്ടായതാണെന്നുള്ളതല്ലേ നമ്മളിപ്പോ ഹിസ്റ്ററിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ എവല്യൂഷൻ, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമമാണ് നമ്മൾ പറയുന്നത്.
ഇന്ത്യൻ സെനാറിയോ പ്രീ ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിലെ ഘട്ടങ്ങളാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ഇത്രയും നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു അല്ലെ ഒരു ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയെ മാത്രമായിട്ടല്ലല്ലോ നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇന്ത്യയില് ഇൻഡിപെൻഡൻസിന് മുമ്പ്, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലെ ഹോസ്പിറ്റൽ എവല്യൂഷൻസിൽ വന്ന പല ഘട്ടങ്ങളുണ്ട് അല്ലെ. ആ ഘട്ടങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? Is the provision of institutional care to the sick was considered as provisional and spiritual by early rulers. ആദ്യകാലത്തെ ഭരണാധികാരികൾ എങ്ങനെയായിരുന്നു ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ രോഗബാധിതർക്ക് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിരുന്നത്? കൺസിഡർഡ് ആസ് പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ എങ്ങനെയായിരുന്നു? സ്പിരിച്വൽ, ആത്മീയപരവും താൽക്കാലികപരവുമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പരിചരണമാണ് ഒരു രോഗബാധിതന് കൊടുക്കേണ്ടത് എന്നായിരുന്നു ആദ്യകാലത്തെ റൂളേഴ്സ് അല്ലെങ്കിൽ ഭരണാധികാരികൾ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെയായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ രോഗബാധിതർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കണം എന്നുള്ളത് ആദ്യകാല ഭരണാധികാരി എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു കൺസിഡർ ചെയ്തിരുന്നത്? പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ, എങ്ങനെയായിരുന്നു? ആത്മീയപരവും താൽക്കാലികപരവുമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. നമ്മൾ ആദ്യമേ ഈ ഹിസ്റ്ററി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ, അവിടെ സ്പിരിച്വൽ ആൻഡ് പ്രൊവിഷണൽ ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് കൊടുത്തിരുന്നത് അല്ലെ. ദെൻ രണ്ടാമതായി പറയുന്നത് അക്ഷയ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അക്ഷയ, ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ. അപ്പൊ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആരാണെന്ന് ചോദിക്കാം. ഹു ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ എന്ന് ചോദിക്കാം. അപ്പൊ അത് ആരാണെന്ന് എഴുതണം. ആരാണ്? അക്ഷയ അല്ലെ. ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ who lived in the University of Takshashila. എവിടെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ എവിടെ താമസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് കാലങ്ങളിൽ അങ്ങനെയല്ലേ അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ, യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ അന്നത്തെ ഗുരുകുലം പോലെ ആയിരുന്നു അല്ലെ. അവിടെ താമസിച്ചാണ് അവർക്ക് എന്ത് ടീച്ചിങ് അല്ലെങ്കിൽ വൈദ്യം പകർന്നു നൽകിയിരുന്നത്. അപ്പൊ അങ്ങനെ ആ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശിലയിൽ താമസിച്ചിരുന്ന ഒരു ആരായിരുന്നു അദ്ദേഹം? ഒരു ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ആയിരുന്നു അക്ഷയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അക്ഷയ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ അക്ഷയ, ചരക ആൻഡ് ശുശ്രുത, ഇവര് മൂന്ന് പേരും കൂടിയാണ് എന്ത് ഫൗണ്ട് ചെയ്തത്? ആയുർവേദം സ്ഥാപിച്ചത്. ഓക്കെ, ആരൊക്കെ? ശുശ്രുത, ചരക, അക്ഷയ, ഇവർ മൂന്ന് പേര് കൂടിയാണ് എന്ത് ആയുർവേദം സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോ ഈ അക്ഷയ എന്ന് പറയുന്നത് ആരായിരുന്നു? ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ, ആദ്യ ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ആയിരുന്നു. എവിടെ ലീവ് ചെയ്തിരുന്നത്? യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. ഓക്കെ, ദെൻ ഈ അക്ഷയ, ശുശ്രുത, ചരക, ഇവർ മൂന്ന് പേരും കൂടിയാണ് എന്ത് സ്ഥാപിച്ചത് എന്ന് പറയുന്നു? ആയുർവേദ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന ആരെയൊക്കെ പറ്റിയായിരിക്കും? അപ്പോ ശുശ്രുതയെ പറ്റിയും ചരകയെ പറ്റിയും അല്ലെ. ചില ചരക അല്ലെങ്കിൽ ശുശ്രുതയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ശുശ്രുതയുടെ കാലഘട്ടം ഏതാണ്? 6th century BC-യും ചരകയുടെ കാലഘട്ടം ഏതാണ്? 200 AD-യുമാണ്. ഓക്കെ, അതിൽ ആദ്യം ശുശ്രുത നോക്കാം നമുക്ക്. ശുശ്രുത, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറയുന്ന കുറച്ച് പോയിന്റുകളെല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ പ്രത്യേകം ഒന്ന് സ്ട്രെസ് കൊടുത്ത് പഠിച്ചിരിക്കുക. Susruta, the father of surgery. Who is the father of surgery? Susruta. Okay, note ചെയ്ത് വെക്കാം. Who is the father of medicine? Who is the father of medicine? ആരായിരുന്നു father of medicine? Hippocrates അല്ലേ? Hippocrates. Okay, അപ്പൊ സുശ്രുത എന്ന് പറയുന്നത് ആരാണ്? ഫാദർ ഓഫ് സർജറി. എന്താണ്? ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് സുശ്രുത. And the ancient Indian surgeon known for his outstanding operational techniques, okay, and for his influential dissertation Sushruta Samhita. അപ്പൊ എന്താണ് സുശ്രുത എന്ന് പറയുന്നത്? is the father of surgery. എന്താണ്? ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. And an ancient Indian surgeon, പുരാതന ഇന്ത്യൻ സർജൻ അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ
പിതാവാണ് ആരെന്ന് പറയുന്നത്, സുശ്രുത എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പുരാതന ഇന്ത്യൻ സർജൻ ആണ്. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് മികവ് തെളിയിച്ചിരുന്നത്? അദ്ദേഹം പലതരത്തിലുള്ള ഓപ്പറേഷനുകളും ടെക്നിക്കുകളും ആ കാലഘട്ടത്തില് സർജറിയിൽ കൊണ്ടുവന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കൊണ്ട് തന്നെ അദ്ദേഹം എന്തായി മാറി? ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടാൻ തുടങ്ങി. And for his influential dissertation. എന്താണ് dissertation? Dissertation എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? dissertation പ്രബന്ധങ്ങൾ എന്ന് പറയും അല്ലേ നമ്മള്, പ്രബന്ധം. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു dissertation അല്ലെങ്കിൽ പ്രബന്ധമാണ് സുശ്രുത സംഹിത. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സുശ്രുത സംഹിത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ പ്രബന്ധമാണ്. ആരുടെ? സുശ്രുതയുടെ. ഓക്കെ, അപ്പൊ വേർഡിൽ തന്നെ പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് കിട്ടുമല്ലോ അല്ലെ. The main origin of knowledge about surgery in ancient India. സുശ്രുത സംഹിത എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? It's the main origin of knowledge about surgery in ancient India. അതായത് പുരാതന ഇന്ത്യയിലെ സർജറികളെ കുറിച്ച് അല്ലെങ്കിൽ ശസ്ത്രക്രിയകളെ കുറിച്ചുള്ള എല്ലാ നോളജും അല്ലെങ്കിൽ അറിവുകളുടെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഉത്ഭവം എന്ന് പറയുന്നത് ഏതായിരുന്നു? സുശ്രുത സംഹിതയായിരുന്നു. അപ്പോ സുശ്രുത എന്ന് പറയുന്നത് ആരായിരുന്നു? ഇസ് ദ ഫാദർ ഓഫ് സർജറി അല്ലെ, സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മികവ് ഇതിലാണ് കാണിച്ചത്. പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ടെക്നിക്കുകളൊക്കെ ഈ സർജറി ഫീൽഡിൽ കൊണ്ടുവന്നത് കൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്നാണ് അറിയപ്പെടുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഡിസർട്ടേഷൻ ആണ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഈ സുശ്രുത സംഹിത എന്ന് പറയുന്നത് എന്താണ്? പുരാതന ഇന്ത്യയിലെ സർജറികളെ അല്ലെങ്കിൽ ശസ്ത്രക്രിയകളെ കുറിച്ചുള്ള എല്ലാ രീതിയിലുള്ള അറിവുകൾ അല്ലെങ്കിൽ നോളജ് നൽകുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രബന്ധം അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നൊക്കെ ഉള്ളതിനെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുന്ന ഒരു പ്രധാന പ്രബന്ധമാണ് എന്തെന്ന് പറയുന്നത്? സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയുമാണ് സുശ്രുതനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇറ്റ്സ് ദ ഫാദർ ഓഫ് സർജറി. പിന്നെ എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ ഒരു ഡിസർട്ടേഷൻ പറയുന്നു സുശ്രുത സംഹിത. എന്തിനു വേണ്ടിയിട്ടാണ്? സർജറികളെ കുറിച്ചുള്ള ഇന്ത്യയിലെ സർജറീസിനെ കുറിച്ചുള്ള ഒരു അറിവ് നൽകുന്ന ഒരു പ്രബന്ധം. ഓക്കെ, അതാണ് പ്രധാന മെയിൻ ഒറിജിൻ ആണ് സർജറിയുടെ. ദെൻ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യക്തിയാണ് ചരക. അപ്പൊ 3 വ്യക്തികളുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അക്ഷയ, സുശ്രുത, ചരക. ചരക എന്ന് പറയുന്നത് ആരാണ്? വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദ. എന്താണ്? ആയുർവേദത്തിലെ പ്രധാന കോൺട്രിബ്യൂഷൻസ് എന്താണ്? പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ അവര് ആയുർവേദത്തിലോട്ട് കൊണ്ടുവന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ആർക്ക് കൂടിയാണ് ആയുർവേദം സ്ഥാപിച്ചത്? അക്ഷയ, സുശ്രുത ആൻഡ് ചരക അല്ലെ. അക്ഷയ, സുശ്രുത, ചരക. അതിൽ നമ്മൾ രണ്ടുപേരെ പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അക്ഷയയെ പറ്റിയും സുശ്രുതയെ പറ്റിയും ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ വ്യക്തിയാണ് ചരക എന്ന് പറയുന്നത്. ചരക എന്ന് പറഞ്ഞാൽ ആരാണ്? വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദ അല്ലെ. ആയുർവേദത്തിലോട്ടുള്ള മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പ്രധാന സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് ചരക എന്ന് പറയുന്നത്. എ സിസ്റ്റം ഓഫ് മെഡിസിൻ. അപ്പൊ എന്താണ് ഈ ആയുർവേദം എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആയുർവേദ ഇസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. ആയുർവേദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ. എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. അതായത് പുരാതന ഇന്ത്യയില് ഡെവലപ്പ് ചെയ്തെടുത്ത അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാ സമ്പ്രദായവും ഒരു ജീവിത രീതിയുമാണ് എന്തെന്ന് പറയുന്നത്? ആയുർവേദ. ഒന്നുകൂടി പറയാം. ആയുർവേദ ഈസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. പുരാതന ഇന്ത്യയില് ഡെവലപ്പ് ചെയ്തെടുത്ത അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ, ഒരു ചികിത്സാ സമ്പ്രദായവും ജീവിത രീതി ലൈഫ് സ്റ്റൈലുമാണ് ആയുർവേദ എന്ന് പറയുന്നത്. ഓക്കെ, then he is known as the editor of medical treatise named ചരക സംഹിത. അദ്ദേഹം എന്താണ്? വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ഉപജ്ഞേതാവാണ്. ഏത് വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെയാണ് ഉപജ്ഞേതാവ്?
ചരക സംഹിത. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സുശ്രുതന്റെ ഒരെണ്ണം പഠിച്ചു. എന്താണ് പ്രബന്ധം? സുശ്രുത സംഹിത. ഇവിടെ പറയുന്നത് എന്താണ്? ചരക സംഹിത. ഓക്കെ, അവരുടെ പേരുകൾ കൊണ്ട് തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോ ചരക സംഹിത എന്ന് പറയുന്ന ഒരു എന്താണ് മെഡിസിനൽ അല്ലെങ്കിൽ ഒരു വൈദ്യ ശാസ്ത്ര ഗ്രന്ഥമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. ഇനി എന്താണ് ചരക സംഹിത? വൺ ഓഫ് ദ ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. എന്താണ്? ആയുർവേദത്തെ കുറിച്ചും ഇന്ത്യൻ മെഡിസിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബേസിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്താണ് ചരക സംഹിത? വൺ ഓഫ് ദ ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. ആയുർവേദത്തിനെ കുറിച്ചും ഇന്ത്യൻ മെഡിസിനെ കുറിച്ചുമുള്ള ഒത്തിരി കാര്യങ്ങൾ, പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിക്കൽ ആയിട്ടുള്ള പഴയ ക്ലാസിക്കൽ പുരാതനമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരു ബേസിക് നോളജ് അല്ലെങ്കിൽ അറിവ് നൽകുന്ന പുരാതന ഗ്രന്ഥമാണ് എന്തെന്ന് പറയുന്നത്? ചരക സംഹിത. അപ്പോ മൂന്നെണ്ണം നമ്മൾ 3 പേരെ പറ്റി നമ്മൾ പറഞ്ഞു. അക്ഷയെ പറ്റി പറഞ്ഞു, സുശ്രുതയെ പറ്റി പറഞ്ഞു, ആ ചരകയെ പറ്റി പറഞ്ഞു. ഇവരെന്താണ് അവരാരാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അവരുടെ പ്രബന്ധങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത 6ാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ഇനി നമുക്ക് ആരുടെ കാലഘട്ടത്തിലോട്ടാണ് കടന്നു പോകേണ്ടത്? ആരുടെയൊക്കെ കാലഘട്ടത്തിലോട്ടാണ്? ബുദ്ധ ആൻഡ് അശോക. ബുദ്ധ ആൻഡ് അശോകന്റെ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഏതാണ് കാലഘട്ടം? 273 to 232 AD കാലഘട്ടത്തിൽ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ബുദ്ധന്റെയും അശോകന്റെയും നമ്മൾ ഓൾറെഡി ഹിസ്റ്ററിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് പറയുന്നത്? അശോകന്റെ കാലഘട്ടത്തില് ഡ്യൂറിങ് അശോകാസ് reign principles of hygiene were followed and C-sections were performed. എന്താണ്? അശോകന്റെ കാലഘട്ടത്തില് പ്രിൻസിപ്പിൾസ് ഓഫ് ഹൈജീൻ, ശുചിത്വ തത്വങ്ങൾ പാലിക്കുകയും C-sections അല്ലെങ്കിൽ സിസേറിയൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുകയും ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പറഞ്ഞതല്ലേ. അപ്പൊ ഡ്യൂറിങ് അശോകാസ് reign അല്ലെങ്കിൽ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തില് അവിടെ എന്താണ്? ശുചിത്വ തത്വങ്ങൾ പാലിക്കപ്പെടുകയും ആൻഡ് ഓൾസോ ദ C-sections അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻസ് അല്ലെങ്കിൽ സിസേറിയൻ ഓപ്പറേഷൻസ് നടത്തിയിരുന്നു. ഓക്കെ, പെർഫോം ചെയ്തിരുന്നു. അടുത്തതായി പറയുന്ന 8ാമത്തെ പോയിന്റ് എന്താണ്? റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് were built by Buddha. അല്ലെ, ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ബുദ്ധൻ ഇവിടെ ആർക്കൊക്കെ വേണ്ടിയിട്ട് റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ചത്? ഫോർ ദ ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്, അതായത് ദുർബലരായവർക്കും അഗതികൾക്കും വേണ്ടിയിട്ട് അവിടെ ഒരു പ്രാദേശിക ആശുപത്രി ആര് നിർമ്മിച്ചു? ബുദ്ധൻ നിർമ്മിച്ചു. ഓക്കെ, അക്ബർസ് പീരീഡ്. അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ആണ് എന്ത് മെഡിസിൻ വന്നത്? യുനാനി മെഡിസിൻ. ഓക്കെ, ഇതിനെ പറ്റി നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് യുനാനി മെഡിസിൻ ഒന്നും ചോദിക്കില്ല. ആരുടെ കാലഘട്ടത്തിലാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആരുടെ കാലഘട്ടത്തിലാണ്? അക്ബർ കാലഘട്ടത്തിലാണ്, അക്ബേഴ്സ് പീരീഡിലാണ് അവിടെ എന്തിന്റെ ഉത്ഭവം? യുനാനി മെഡിസിൻ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോ യുനാനി മെഡിസിൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എന്താണ് യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു മെഡിക്കൽ രീതി തന്നെയാണ്. അല്ലെ, പാരമ്പര്യമായിട്ട് കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തുടർന്ന് വരുന്ന ഒരു മെഡിക്കൽ രീതി അല്ലെങ്കിൽ അതൊരു പ്രകൃതിദത്ത ചികിത്സാ രീതിയാണ്. അപ്പൊ അതില് അവര് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മള് ഓൾറെഡി നമ്മൾ പറഞ്ഞു ആയുർവേദത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആയുർവേദം പോലെ തന്നെ ഒരു പ്രകൃതിദത്ത ചികിത്സാ രീതിയാണ്. അത് ആയുർവേദം പോലെ തന്നെ പച്ചമരുന്നുകളായിട്ടും അല്ലെങ്കിൽ ഇലച്ചാറുകളായിട്ടും അതൊക്കെ ആയിരിക്കും അവിടുത്തെ പ്രധാന മെഡിസിനുകളായിട്ട് അവർ കൊടുക്കുന്നത്. അപ്പൊ അത് വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരു മെഡിസിനൽ ഫീൽഡ് തന്നെയാണ്. ഓക്കെ, അതിന്റെ ഫാദറും ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ. യുനാനി മെഡിസിന്റെയും ഫാദർ ഓഫ് യുനാനി മെഡിസിൻ എന്ന് ചോദിച്ചാലും ഹിപ്പോക്രാറ്റസ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ എന്തിൽ പറഞ്ഞത്? ഹോസ്പിറ്റൽസ് ഓഫ് എവല്യൂഷൻ, ഇന്ത്യൻ സെനാറിയോ, പ്രീ ഇൻഡിപെൻഡൻസ്. അല്ലെ, എന്താണ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലെ പല ഘട്ടങ്ങളിൽ എന്തിന്റെ? ഹോസ്പിറ്റൽ എവല്യൂഷന്റെ, ഹോസ്പിറ്റൽ പരിണാമത്തിന്റെ പല ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു ഹോസ്പിറ്റൽ എവല്യൂഷനിൽ പറഞ്ഞത്? റെസ്പോണ്ട് ചെയ്യൂ.
ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ അക്ഷയ. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ എന്ന് പറയുന്നത് അക്ഷയ ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. ഫാദർ ഓഫ് സർജറി. ഫാദർ ഓഫ് സർജറി ആയിരുന്നു. ഈ അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ പ്രബന്ധം ഏതാണ്? ശ്രുത സംഹിത. ശ്രുത സംഹിത. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തായാലും നോട്ട് ചെയ്ത് വെച്ചേക്ക. ആ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ. ചരക എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ചരക ആയുർവേദത്തിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ബുക്ക് ഏതാണ്? പ്രസിദ്ധമായ ചരകസംഹിതയിൽ എന്തിനെ പറ്റിയൊക്കെയാണ് ബേസിക് നോളജ് കൊടുക്കുന്നത്, അറിവിലും കൊടുക്കുന്നത്? ആയുർവേദ. ഓക്കെ. അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തില് അല്ലെ, അശോകന്റെ കാലഘട്ടത്തില് അവിടെ നമ്മുടെ ഇന്ത്യയിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഹോസ്പിറ്റൽ ഫീൽഡിൽ ഉണ്ടായത്? ബുദ്ധന്റെ കാലഘട്ടത്തിലോ? ബുദ്ധൻ എങ്ങനെ എന്ത് ഹോസ്പിറ്റലാണ്? റീജിയണൽ ഹോസ്പിറ്റൽസ് ആരുടെ കാലഘട്ടത്തിലാണ് അവിടെ യുനാനി മെഡിസിൻ വന്നത്? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഇത്രയുമാണ് എടുക്കുന്നത് കേട്ടോ. ഇത്രയും എടുത്ത് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇന്ന് എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ആർക്കെങ്കിലും ക്ലിയർ ആയില്ല? 8ാമത്തെ പോയിന്റ് ഇല്ലേ നമ്മളിപ്പം പറയുന്നതില്, അതൊന്ന് പറഞ്ഞുതരോ എന്നോട്? Okay. Regional hospitals for the infirm and destitute were built by ബുദ്ധൻ അല്ലെ. ബുദ്ധൻ എന്ന് പറയുന്നത് ആ ബുദ്ധനായ എന്ത് പണിതു എന്നാണ് പറയുന്നത്? റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ചത്? ഫോർ ദ ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്, അതായത് ദുർബലരായവർക്കും അഗതികൾക്കും വേണ്ടിയിട്ട് ബുദ്ധൻ ഏത് ആശുപത്രി നിർമ്മിച്ചു? റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ചു. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു. മാം എടുക്കുന്നതിന്റെ നോട്ട്സ് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഈ നോട്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള നോട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് എക്സ്ട്രാ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോട്ട്സ് നമ്മൾ ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് ഇതിനൊപ്പം എഴുതിയെടുക്കുക. ഓക്കെ. അപ്പൊ ഇതിൽ ഞാനിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതി തന്നെ അത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഹിസ്റ്ററി ആണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷെ ഏതൊക്കെ ഏതൊരു ഏജിലാണ് അല്ലെങ്കിൽ ഏതൊരു പീരീഡിലാണ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ പീരീഡ് ചിലപ്പോ ഇന്നത് മുതൽ ഇന്ന പീരീഡ് വരെ വേണം എന്നുള്ളത് അത് അറിയണമെന്നില്ല. മറിച്ച് എന്താണ് ഏർലി എറയിൽ ഏതൊക്കെ ഹോസ്പിറ്റൽസ് വരുന്നു, അതിനുള്ളിൽ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ഹുറാബിസ് കോഡ് പറഞ്ഞു, ഹിപ്പോക്രാറ്റസിനെ പറ്റി പറഞ്ഞു. അപ്പോ ആ വ്യക്തികള് ആരുടെ പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിനുള്ളിലാണ് വരുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. ചിലപ്പോ ക്വസ്റ്റ്യൻസ് നേരെ തിരിച്ച് അങ്ങനെയായിരിക്കാം ചോദിക്കാം. റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? 1500 to 1700 AD ആണ് അതിന്റെ കാലഘട്ടം അല്ലെ. അതാണ് നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. അതിന്റെ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നതിൽ അവർ ഏത് പീരീഡ് ആണ്? അതായത് 14th to 16th century 14th to 16th century വരെയാണ് റിനൈസൻസ് പീരീഡ് നിലനിന്നത്. Then towards the end of the 15th century എന്ന് പറയുന്നത് 15th centuryയുടെ അവസാനത്തോടെ പല സിറ്റീസും പല ടൗണുകളും എന്തിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനവൽക്കരിച്ച ചികിത്സ കൊടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്തു. ഒരു സ്ഥാപനം വേണം അല്ലെ, നമുക്കൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെ, അങ്ങനെ ഒരു സ്ഥാപനം വേണം രോഗികൾക്ക് പരിചരണം അല്ലെങ്കിൽ ചികിത്സ നൽകാൻ എന്നുള്ളത് സപ്പോർട്ട് ചെയ്ത് വന്നത് ഒരുപാട്
സിറ്റീസും ടൗണുകളും സപ്പോർട്ട് ചെയ്ത് ആ കാലഘട്ടത്തിലാണ് വന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു നവോത്ഥാന കാലഘട്ടം എന്ന് അതിനെ പറയുന്നത്. കാരണം അത്രയും നാളും എങ്ങനെയായിരുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്ന് മറ്റുള്ളവർ ആ ഒരു പീരീഡിൽ ഒന്നും ആരും അതിന് മുന്നിട്ടിറങ്ങിയിട്ടില്ല. അത് റോമൻകാരായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ മുന്നിട്ടിറങ്ങിയത്. എന്നാൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കുറവായിരുന്നു. പക്ഷെ ഈ റിനൈസൻസ് പീരീഡ് ആയപ്പോ അവിടെ ഒത്തിരി പേര് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചേഞ്ച് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഉണ്ടാക്കിയത്. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിനൊരു നവോത്ഥാന കാലഘട്ടം അല്ലെങ്കിൽ റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് നമ്മുടെ ഇപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ എല്ലാ പോയിന്റുകളും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോ അതെന്താണ് നമുക്ക് ഓരോന്നും ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും ഇതെല്ലാം ഫുൾ പഠിക്കുമ്പോ അത് ചിലപ്പോ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോ. അപ്പൊ എല്ലാം എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം ഒരു ഓപ്ഷൻ എന്താണെന്നുള്ളത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി, അതിന്റെ ആൻസർ മാത്രം കണ്ടെത്തിയേ പോരാ അല്ലെ. ആ ബാക്കിയുള്ള ഓപ്ഷനുകളുടെ ക്വസ്റ്റ്യനുകൾ എന്താണെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ മാത്രമേ അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നു, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ശരിയായ ഉത്തരം ഉണ്ടാവും അല്ലെ. മറ്റു ഓപ്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം അടുത്ത് പിന്നീട് വന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോ അതിനെ ബേസ് ചെയ്തായിരിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ക്ലിയർ ആവുന്നുണ്ടോ എടുക്കുന്നത്? മാഡം വേറെ വേറെ സബ്ജക്റ്റ് ആയിട്ടാണോ ഉള്ളത്? സബ്ജക്റ്റ് ആയിട്ടാണോ മീൻസ് നിങ്ങൾക്ക് ഈ ഒരു ഇതല്ലേ പഠിക്കാനുള്ളൂ. പിന്നെ എക്സ്ട്രാ വരുന്നത് ഒരു ഇംഗ്ലീഷ് അല്ലേ അല്ലേ? സെയിം സബ്ജക്ട് തന്നെ പല ചാപ്റ്റേഴ്സ് ആയിട്ട് പല ടീച്ചേഴ്സ് എടുക്കുന്നു മാത്രം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും എക്സാം? അതെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും എക്സാം. ക്ലിയർ ആയില്ല? ഒറ്റ എക്സാം ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് മോക്ക് ടെക്സ്റ്റ് പോലെ ഓരോ പോർഷൻസിന്റെ എന്തായാലും ഇവിടുന്ന് തരുന്നുണ്ടാവും. അതിന് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇത്ര പീരീഡ് ഇത്ര പോർഷൻസ് കഴിയുമ്പോൾ അതിനനുസരിച്ച് ഓൾറെഡി നമ്മൾ ഡിഗ്രിക്കും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന നമുക്ക് പല എക്സാമുകൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഇതിന് ഫോളോ ചെയ്യണം. പല എക്സാമുകൾ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഉള്ള നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, അന്നന്ന് എടുക്കുന്ന പോർഷൻസ് പഠിക്കാൻ. ഇപ്പൊ എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ അല്ല അല്ലെ. വീട്ടിലിപ്പോ ചിലപ്പോ എല്ലാവരും ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം എല്ലാവരിലോട്ടും ഇത് എത്തണം. അപ്പൊ അങ്ങനെ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് അത് പഠിച്ച് നിങ്ങൾ അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇന്ന് എടുക്കുന്ന ക്ലാസ് ഇന്ന് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് അന്ന് തന്നെ പഠിച്ചു പോവാം. അല്ലാതെ പഠിക്കാൻ പറ്റാത്ത ഒരു കേസാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും പോവാം. കാരണം അപ്പൊ നിങ്ങൾക്ക് പിന്നീട് അത് ആ ഒരു ക്ലാസ് എന്താണെന്നുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഓക്കെ മാഡം, ഇത് സർട്ടിഫിക്കറ്റിനുള്ള എക്സാംസ് ഓൺലൈൻ ആയിട്ടാണോ വരിക? അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മിസ് പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളില് നിങ്ങൾക്ക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എന്താണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിഷ മിസ് നിങ്ങളുടെ ക്ലാസ്സിൽ വരുമ്പോ മിസ്സാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. മിസ്സിനോട് നിങ്ങളുടെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മിസ് എന്തായാലും ഓൾറെഡി ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് മിസ് എല്ലാ ക്ലാസ്സുകളിലും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പോയി കാണുക. ആ ക്ലാസ്സിൽ പറഞ്ഞില്ലെങ്കിൽ മിസ് ഇനി വരുമ്പോ മിസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മിസ് പറഞ്ഞു തരും. ഓക്കെ, എത്ര മാർക്കിനാണ് ശരിക്കും എക്സാം ഉണ്ടാവുക മാഡം? അല്ലാതെ ക്ലാസ്സിൽ വരുന്ന ടീച്ചേഴ്സ് അവർക്ക് അവരുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു റൂൾ അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. വൈൻഡപ്പ് ചെയ്തോട്ടെ. നാളെ മറ്റന്നാളും ഉണ്ടോ ക്ലാസ്? ശനി ഉണ്ടോ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്റെ പേരറിയാമല്ലേ? ആതിര. താങ്ക് യു. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ?